ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഉൽപ്പത്തി പുസ്തകം 33 അധ്യായത്തിൽ 10 വാക്യമാണ് ഇന്നത്തെ ചിന്താവിഷയം. ദൈവത്തിൻ്റെ മുഖം കണ്ടതുപോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കാണുന്നത്. പഴയ നിയമ വേദപുസ്തകത്തിലെ ഉൽപ്പത്തി 33 അധ്യായത്തിലെ 10 ഈ വാക്യം ഇന്നത്തെ സാഹചര്യത്തിൽ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം വലിയ നോമ്പ് സമാഗതമായിരിക്കുന്ന കാലയളവ് ആയതുകൊണ്ടാണ്. നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ അരികിലുള്ളവരോടാണ് നമുക്ക് പൊറുക്കാൻ പറ്റാതെ പോകുന്നത്. സമീപകാലത്തുണ്ടായ ഹീനമായ കൊലപാതകം ചെന്താമര നടത്തിയത് അരികിലുള്ളവരോട് പൊറുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എന്നിട്ട് ഒരു സ്ത്രീയെ കൂടി കൊല്ലാൻ സാധിച്ചില്ല എന്നുള്ള മനോഭാരത്താൽ കുറ്റബോധമില്ലാതെ ചെന്താമര ജയിലിൽ കിടക്കുകയാണ്. ഏറ്റവും അടുത്ത ദിവസം വീണ്ടും നാം കേൾക്കുകയാണ്, കേരളീയ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച മരവിപ്പിച്ച സംഭവമാണ് അഫാൻ എന്ന് പറയുന്ന കേവലം 23 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ചെയ്ത കടുങ്കൈ ഹീനകൃത്യം. അരികിലുള്ളവരെ, സ്വന്തം മാതാപിതാക്കളെയും സ്വന്തം അനിയനെയും ഇല്ലാതാക്കിക്കൊണ്ട് യാതൊരു കുറ്റബോധവുമില്ലാതെ നിൽക്കുന്ന അഫാനെയാണ് ഈ തലമുറയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇപ്പോൾ പഴയ നിയമ വേദപുസ്തകത്തിൽ ആദ്യത്തെ കൊലപാതകം നടത്തുന്നത് കായേനാണെങ്കിൽ പിന്നീട് ഹാബേലിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഹാബേലിൻ്റെ സന്തതി പരമ്പരകളെ തന്നെ ആ ഒരു പരമ്പരാഗതമായ നിലയിൽ ഹാബേലിൻ്റെ സ്വഭാവമുള്ള ഒരു വ്യക്തിയെ പോലും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. പകരം കായേന്മാരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലയളവിലാണ് പ്രത്യേകിച്ച് ഈ വർഷത്തെ വലിയ നോമ്പ് നമ്മെ തേടി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വലിയ നോമ്പ് കാലം മാപ്പ് കൊടുത്ത് ദൈവത്തിൻ്റെ മുഖമാകാനുള്ള ദിനങ്ങളാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ നമുക്ക് ഈ വർഷത്തെ വലിയ നോമ്പ് കാലത്ത് കഴിയണം. അപ്പോൾ പഴയ നിയമത്തിലെ യാക്കോബിൻ്റെയും ഏശാവിൻ്റെയും ജീവിതത്തിൻ്റെ ഇടയിലുണ്ടായ സംഘർഷമാണ് ഇന്നത്തെ ചിന്താവിഷയം. അപ്പോൾ യാക്കോബിൻ്റെയും ഏശാവിൻ്റെയും ജീവിതത്തിൻ്റെ ഇടയിലുണ്ടായ സംഘർഷം പോലെയാണ് അനേകരുടെ ജീവിതമെന്ന് കടന്നു പോകുന്നത്. യാക്കോബ് ജീവിതത്തെക്കുറിച്ച് കൃത്യമായ പ്ലാനുള്ളവനായിരുന്നു. എന്നാൽ ഏശാവ് ഒരു സാധാരണ മനുഷ്യനായിരുന്നു. ഒരു കപ്പ് ചുടുപായസത്തിനു വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റവനായിരുന്നു ഏശാവ്. യാക്കോബിൻ്റെ ചതിയിൽ കെണിയിൽ വീണുപോയ ഒരു പാവം മനുഷ്യനായിട്ടാണ് ഏശാവിനെ തിരുവചനം ചിത്രീകരിക്കുന്നത്. യാക്കോബിൻ്റെ കെണിയിൽ വീണുപോയ ഒരു പാവം മനുഷ്യനായിട്ടാണ് തിരുവചനം ഏശാവിനെ ചിത്രീകരിക്കുന്നത്. എന്നാൽ തനിക്ക് കിട്ടിയ വഞ്ചനയിലൂടെ നേടിയ ജ്യേഷ്ഠാവകാശം ജീവിതത്തിൽ സമാധാനപരമായി അനുഭവിക്കാൻ സാധ്യമാകാത്ത അവസ്ഥയിൽ മനസ്സാക്ഷിയുടെ കുത്തലുമായി അലഞ്ഞു നടക്കുന്ന യാക്കോബിനെയാണ് നമ്മൾ ഈ തിരുവചന ഭാഗത്ത് കാണുന്നത്. അതുപോലെയുള്ള വ്യക്തിത്വങ്ങളെയാണ് പുതിയ ലോകത്ത് കണ്ടുവരുന്നത്. കുറ്റവാളികൾക്ക് മനസ്സാക്ഷി കുത്തലുണ്ടാകുന്നില്ല, കുറ്റവാളികൾക്ക് പാപബോധമുണ്ടാകുന്നില്ല, കുറ്റബോധമുണ്ടാകുന്നില്ല. അങ്ങനെയുള്ള കുറ്റവാളികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ
യാക്കോബിൻ്റെ ജീവിതം നമുക്ക് തരുന്ന സന്ദേശം ഇതാണ്: ജ്യേഷ്ഠനെ വഞ്ചിച്ചു. തനിക്ക് കിട്ടിയ ജ്യേഷ്ഠാവകാശം സമാധാനപരമായി അനുഭവിക്കാൻ സാധ്യമാകാതെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് അങ്ങനെ അസമാധാനമായി ഉറക്കമില്ലാതെ ജീവിച്ച യാക്കോബ് ഒരു തീരുമാനമെടുക്കുകയാണ്: തൻ്റെ ജ്യേഷ്ഠനെ കാണണം. അപ്പോൾ ജ്യേഷ്ഠനെ കാണാൻ വേണ്ടി അനുജൻ യാത്ര പുറപ്പെടുകയാണ്. അനുജനായ യാക്കോബ് മലയിറങ്ങി വരികയാണ്. ഇത് കണ്ട ജ്യേഷ്ഠനായ ഏശാവ് എല്ലാം മറന്ന് കാറ്റ് എടുത്തുകൊണ്ട് പോകുന്ന വേഗതയിൽ അനിയൻ്റെ അടുത്തേക്ക് ഓടി അടുത്ത് വരുന്ന കാഴ്ചയാണ് ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. ആ ഏശാവ് അടുത്ത് വരുംതോറും അനിയനായിരുന്ന യാക്കോബിൻ്റെ ഭയം വർദ്ധിച്ചു. കാരണം താൻ ജ്യേഷ്ഠനെ വഞ്ചിച്ച മനുഷ്യനാണ്. ജ്യേഷ്ഠൻ്റെ പ്രതികരണം എന്തായിരിക്കും? പ്രതികാര മനോഭാവത്തോടുകൂടിയാണ് ജ്യേഷ്ഠൻ വരുന്നതെന്നുള്ള ചിന്തയിൽ ഭയാക്രാന്തനായിട്ടാണ് യാക്കോബ് ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് വന്ന് അടുത്ത് കൊണ്ടിരിക്കുന്നത്. പക്ഷേ യാക്കോബിൻ്റെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റി. യാക്കോബിൻ്റെ എല്ലാ ചിന്തകളെയും കണക്ക് കൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് ജ്യേഷ്ഠനായ ഏശാവ് അനുജനെ കണ്ട മാത്രയിൽ ചങ്കോട് ചേർത്ത് പിടിച്ച് വാവിട്ട് കരയുകയാണ്. അപ്പം അനുജനെ ചങ്കോട് ചേർത്ത് പിടിച്ച് വാവിട്ട് കരയുകയാണ് യാക്കോബ്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ചതിച്ച യാക്കോബ് ജ്യേഷ്ഠൻ്റെ മുന്നിൽ വരികയാണ്. അപ്പോൾ കുറ്റബോധത്താൽ അതിലുപരി ഭയാക്രാന്തനായി. കാരണം ചേട്ടൻ്റെ പ്രതികരണം എന്തായിരിക്കും, ചേട്ടൻ്റെ പ്രതികാരം എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഭയത്തോടുകൂടിയാണ് അനിയനായ യാക്കോബ് ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് വരുന്നത്. പക്ഷേ യാക്കോബിന് തെറ്റി. യാക്കോബിൻ്റെ എല്ലാ കണക്ക് കൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് ജ്യേഷ്ഠനായ ഏശാവ് ആ അനിയന് ചങ്കോട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് വാവിട്ട് കരയുകയാണ്. ഈ സന്ദർഭത്തിലാണ് യാക്കോബ് പറഞ്ഞത്, ദൈവത്തിൻ്റെ മുഖം കണ്ട പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കാണുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഈ വലിയ നോമ്പിൻ്റെ കാലയളവിൽ സഹജീവികൾക്ക് മാപ്പ് നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ മുഖമാകാനാണ് നാം പരിശ്രമിക്കേണ്ടത്. ആയതിനു വേണ്ടി മാത്രമായിരിക്കണം നോമ്പാചരിക്കേണ്ടത്, ഉപവസിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. പുതിയ ലോകത്ത് എൻ്റെയും നിങ്ങളുടെയും മനസ്സാക്ഷിയെ മരവിപ്പിച്ച അനേക സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അടുത്ത കാലയളവിലാണ് സർക്കാരിൻ്റെ നേഴ്സിംഗ് കോളേജിൽ അതിക്രൂരമായ അതിനീചമായ റാഗിങ് നടന്നത്. അപ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും കായന്മാർ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഈ വലിയ നോമ്പ് കാലത്ത് നമുക്കാവശ്യമായിരിക്കുന്നത് കുറ്റബോധമാണ്, പാപബോധമാണ്. അതുകൊണ്ട് തന്നെ കുറ്റവാളികളായ കായന്മാരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഈ വർഷത്തെ നോമ്പുകാലത്ത് നമുക്ക് പ്രത്യാശയുടെ തീർത്ഥാടകരാകാം. അപ്പോസ്തലനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: പ്രത്യാശ നിങ്ങളെ ലജ്ജിപ്പിക്കുകയില്ല, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അപ്പോൾ ഈ വലിയ നോമ്പിൻ്റെ കാലയളവിൽ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പ്രത്യാശയോടുകൂടി സഹജീവികൾക്ക് മാപ്പ് നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ മുഖമായി മാറുവാൻ ഈ വർഷത്തെ
വലിയ നോമ്പ് നിങ്ങളെ എന്നെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.